സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ലോക മുള ദിനം, വേൾഡ് ബാംബു ഡേ എന്നാണ് ആചരിക്കുന്നത്. ലോക മുള ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 18 ആണ്. സെപ്റ്റംബർ 18 വേൾഡ് ബാംബു ഡേ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം രചിച്ചത് ആര്? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം രചിച്ചത് തോപ്പിൽ ഭാസിയാണ്. തോപ്പിൽ ഭാസി. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളം നാഷണൽ പാർക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏത് എന്ന് ചോദിച്ചാലും ഇരവികുളം നാഷണൽ പാർക്കാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴ. തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തേക്ക് മ്യൂസിയം നിലമ്പൂരാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1972. 1972. ലോക വനദിനം എന്നാണ് ആചരിക്കുന്നത്. ലോക വനദിനം മാർച്ച് 21. മാർച്ച് 21 ലോക വനദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിൽ ചിപ്കോ പ്രസ്ഥാനം നയിച്ചത് ആര്? ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണയാണ്. സുന്ദർലാൽ ബഹുഗുണ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആസ്ഥാനം കോട്ടയമാണ്. കോട്ടയം. ചന്ദന മരങ്ങൾ സ്വാഭാവികമായി വളരുന്ന കേരളത്തിലെ വനപ്രദേശം ഏതാണ്? ചന്ദന മരങ്ങൾ സ്വാഭാവികമായി വളരുന്ന കേരളത്തിലെ വനപ്രദേശം മറയൂറാണ്. ഇടുക്കി ജില്ലയിലെ മറയൂർ. പക്ഷിപാതാളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പക്ഷിപാതാളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ല. ഒരു ടേപ്പ് റെക്കോർഡിൽ ശബ്ദോർജം ഏത് രൂപത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു? ഒരു ടേപ്പ് റെക്കോർഡിൽ ശബ്ദോർജം ഏത് രൂപത്തിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്? കാന്തികോർജമായിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. കാന്തികോർജം. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് ആണ്. സോഡിയം സിട്രേറ്റ്. കന്നുകാലികളുടെ എല്ലുപൊടി വളമായി ഉപയോഗിക്കുന്നത് ഏത് മൂലകം അടങ്ങിയിരിക്കുന്നതിനാലാണ്? കന്നുകാലികളുടെ എല്ലുപൊടി വളമായിട്ട് ഉപയോഗിക്കുന്നത് ഏത് മൂലകം അടങ്ങിയിരിക്കുന്നതിനാലാണ്? ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ് കൊബാൾട്ട് 60 ആണ്. കൊബാൾട്ട് 60. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണം. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണം പെരികാർഡിയം ആണ്. പെരികാർഡിയം. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം 4 ആണ്. 4. ഒരു ഹൃദയ സ്പന്ദനത്തിന് വേണ്ട സമയം. ഒരു ഹൃദയ സ്പന്ദനത്തിന് വേണ്ട സമയം 0.8 സെക്കൻഡ് ആണ്. 0.8 സെക്കൻഡ് ആണ് ഒരു ഹൃദയ സ്പന്ദനത്തിന് വേണ്ട സമയം. ഏത് പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി? ഗാഡ്ഗിൽ കമ്മിറ്റി ഏത് പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ്? പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ട പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. വിറ്റാമിൻ സിയുടെ രാസനാമം അബ്സോർബിക് ആസിഡ്. വിറ്റാമിൻ സിയുടെ രാസനാമം അബ്സോർബിക് ആസിഡ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതം ഹിമാലയമാണ്.
ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കുവാനുള്ള കഴിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കുവാനുള്ള കഴിവാണ് കാറ്റിനേഷൻ. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കുവാനുള്ള കഴിവാണ് കാറ്റിനേഷൻ. കാർബൺ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? കാർബൺ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? 14ാം ഗ്രൂപ്പ് മൂലകമാണ് കാർബൺ. പ്രതിധ്വനി ഉണ്ടാകാൻ വേണ്ട കുറഞ്ഞ ദൂരം. പ്രതിധ്വനി ഉണ്ടാകുവാൻ വേണ്ട കുറഞ്ഞ ദൂരം 17.2 മീറ്റർ ആണ്. 17.2 മീറ്റർ ആണ് പ്രതിധ്വനി ഉണ്ടാകുവാൻ വേണ്ട കുറഞ്ഞ ദൂരം. നായ്ക്കളെ വിളിക്കുവാൻ ഉപയോഗിക്കുന്ന വിസിൽ ഏതാണ്? നായ്ക്കളെ വിളിക്കുവാൻ ഉപയോഗിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ. നായ്ക്കളെ വിളിക്കുവാൻ ഉപയോഗിക്കുന്ന വിസിൽ ഏതാണ്? ഗാൾട്ടൺ വിസിലാണ്. കീടനാശിനി പാക്കറ്റിലെ ചുവന്ന ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു? കീടനാശിനി പാക്കറ്റിലെ ചുവന്ന ത്രികോണം സൂചിപ്പിക്കുന്നത് മാരക വിഷാംശത്തെയാണ്. മാരക വിഷാംശം. ഭീമൻ പാണ്ട ചിഹ്നമായിട്ടുള്ള അന്തർദേശീയ സംഘടന ഏത്? ഭീമൻ പാണ്ട ചിഹ്നമായിട്ടുള്ള അന്തർദേശീയ സംഘടന WWF ആണ്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ. പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത്? പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസ്. യുണൈറ്റഡ് നേഷൻ സിസ്റ്റത്തിനുള്ളിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംഘടന. യുണൈറ്റഡ് നേഷൻ സിസ്റ്റത്തിനുള്ളിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് UN എൻവോൺമെന്റ് പ്രോഗ്രാം. UNEP. UN എൻവോൺമെന്റ് പ്രോഗ്രാം UNEP. പ്രകൃതി സംരക്ഷണത്തിനും പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിരമായ ഉപയോഗത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടന. പ്രകൃതി സംരക്ഷണത്തിനും പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിരമായ ഉപയോഗത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ രൂപം കൊണ്ട വർഷം. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ രൂപം കൊണ്ടത് 1987 1987. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളിയുടെ നിറം ഇളം നീലം. ഇളം നീലം. ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം. ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ്. ആഗോള താപനം മരമാണ് മറുപടി എന്നത് ഏത് പദ്ധതിയുടെ മുദ്രാവാക്യമാണ്? ആഗോള താപനം മരമാണ് മറുപടി എന്നത് ഏത് പദ്ധതിയുടെ മുദ്രാവാക്യമാണ്? ഹരിത കേരളം പദ്ധതിയുടെ മുദ്രാവാക്യമാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ വർഷം. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായത് 1974 1974. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ വർഷം 1974 തിരുവനന്തപുരത്താണ്. വായു മലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനായി കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്ക് നിർബന്ധമാക്കിയ മാനദണ്ഡം അറിയപ്പെടുന്നത്. വായു മലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനായി കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്ക് നിർബന്ധമാക്കിയ മാനദണ്ഡം അറിയപ്പെടുന്നത് BS6 എന്നാണ്. ഭാരത് സ്റ്റേജ് 6. BS6. ഭാരത് സ്റ്റേജ് 6. വാഹനങ്ങൾ പുറന്തള്ളുന്ന ഒരു വായു മലിനീകാരി ലെഡ്. ആദ്യത്തെ ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് ദിനമായിട്ട് UN ആചരിച്ചത് എന്നാണ്? ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് ദിനമായിട്ട് UN ആചരിച്ചത് 2020 സെപ്റ്റംബർ 7 2020 സെപ്റ്റംബർ 7. ജലമലിനീകരണത്തിന്റെ തോത് അറിയാനായിട്ട് ഉപയോഗിക്കുന്നത്
BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ജലമലിനീകരണത്തിൻ്റെ തോത് അറിയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ശുദ്ധജലത്തിൻ്റെ BOD മൂല്യം എത്രയാണ്? ശുദ്ധജലത്തിൻ്റെ BOD മൂല്യം 5 ppm താഴെയാണ്. 5 ppm താഴെ. സ്വച്ഛ് ഭാരത് പദ്ധതി ആരംഭിച്ചത് എന്ന്? സ്വച്ഛ് ഭാരത് പദ്ധതി ആരംഭിച്ചത് 2014 ഒക്ടോബർ 2-നാണ്. 2014 ഒക്ടോബർ 2. നവധാന്യ എന്ന പ്രസ്ഥാനം രൂപവൽക്കരിച്ച പരിസ്ഥിതി പ്രവർത്തക? നവധാന്യ വന്ദന ശിവയാണ്. വന്ദന ശിവ. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം ഏത്? സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം അഗസ്ത്യമലയാണ്. അഗസ്ത്യമല. പശ്ചിമഘട്ടത്തെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം? പശ്ചിമഘട്ടത്തെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്? ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് എടവകയാണ്. വയനാട് ജില്ലയിലെ എടവക. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്? പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലയളവ്? ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് 1951-52 ആണ്. 1951-52. പവിഴപ്പുറ്റുകൾ എന്നറിയപ്പെടുന്ന വിശാലമായ ചുണ്ണാമ്പ് കല്ലുപുറ്റുകൾ നിർമ്മിക്കുന്ന സമുദ്രജീവികൾ? പവിഴപ്പുറ്റുകൾ എന്നറിയപ്പെടുന്ന വിശാലമായ ചുണ്ണാമ്പ് കല്ലുപുറ്റുകൾ നിർമ്മിക്കുന്ന സമുദ്രജീവികൾ കോറൽ പോളിപ്സ്. കോറൽ പോളിപ്സ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ്. പെരിയാർ. ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ? ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ ആണ്. വാസോപ്രസിൻ. ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യുവാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ്? ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യുവാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ് 300 മില്ലി ആണ്. 300 മില്ലി. നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ? റോഡ് കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് കൈകാര്യം ചെയ്തത് ആര്? ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വകുപ്പ് കൈകാര്യം ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. നദികളുടെ ഒഴുക്കിന്റെ ഫലമായി രൂപം കൊള്ളുന്ന താഴ്വരകൾ? നദികളുടെ ഒഴുക്കിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നത് വിരൂപ താഴ്വരകളാണ്. വിരൂപ താഴ്വരകൾ. ബോംബെ പദ്ധതിക്ക് രൂപം നൽകിയ വർഷം? ബോംബെ പദ്ധതി 1944 ആണ്. 1944. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്കയെ പ്രഖ്യാപിച്ച തീയതി? കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്കയെ പ്രഖ്യാപിച്ച തീയതി 2018 മാർച്ച് 21 ആണ്. 2018 മാർച്ച് 21. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത്? ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ. പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം? പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സൈലന്റ് സ്പ്രിംഗ് ആണ്. സൈലന്റ് സ്പ്രിംഗ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശം? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്നത് വാളയാർ. വേമ്പനാട്ടു കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട്? വേമ്പനാട്ടു കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്നത് തണ്ണീർമുക്കം ബണ്ടാണ്. തണ്ണീർമുക്കം ബണ്ട്. നിറഞ്ഞിരിക്കുന്ന ടൂത്ത് പേസ്റ്റിന്റെ ഏത് ഭാഗത്ത് ബലം പ്രയോഗിച്ചാലും പേസ്റ്റ് പുറത്തു വരുന്നത് ഏത് തത്വത്തിന് ഉദാഹരണമാണ്? പാസ്കൽ തത്വം. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏതിനം താപപ്രേഷണം മൂലമാണ്? ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് വികിരണം മൂലമാണ്. വികിരണം. സസ്യജാലങ്ങളെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന കാറ്റ് ഏത്? സസ്യജാലങ്ങളെ ഏറ്റവും ദോഷകരമായിട്ട് ബാധിക്കുന്നത് മിസ്ട്രൽ. ജലദോഷം ബാധിക്കുന്നത് ശരീരത്തിന്റെ ഏത് വ്യവസ്ഥയാണ്? ജലദോഷം ബാധിക്കുന്നത് ശരീരത്തിന്റെ ശ്വസന വ്യവസ്ഥയാണ്. ശ്വസന വ്യവസ്ഥ. മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്കിൻ ഫോൾഡ് കാലിപ്പർ. സ്കിൻ ഫോൾഡ് കാലിപ്പർ.
ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്. പെരിയാർ വന്യജീവി സങ്കേതം. ഏതിൻ്റെ അയിരാണ്? സ്പെറിലൈറ്റ്. ഏതിൻ്റെ അയിരാണ്? സ്പെറിലൈറ്റ്. പ്ലാറ്റിനത്തിൻ്റെ അയിരാണ് സ്പെറിലൈറ്റ്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം? കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 1965 1965. വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്തുവാനായിട്ട് ഉപയോഗിക്കുന്നത് എന്ത്? വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ്. അൾട്രാസോണിക് തരംഗങ്ങൾ. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്ക്? വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്ക് റിപ്പോ നിരക്ക്. ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്ന സൂചിക? ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്ന സൂചിക ഉപഭോക്തൃവില സൂചികയാണ്. ഉപഭോക്തൃവില സൂചിക. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്ന ചിഹ്നം? കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്ന ചിഹ്നം അക്മാർക്ക്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിൽ 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്? 101 ഭേദഗതിയാണ്. 101 ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിൽ 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. ഇരു അർദ്ധഗോളങ്ങളിലുമായി 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല പുൽമേടുകൾ അറിയപ്പെടുന്നത്? ഇരു അർദ്ധഗോളങ്ങളിലുമായി 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല പുൽമേടുകളാണ് സാവന്ന. പേര് സാവന്ന. താഴ്ന്ന വിധാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങൾ അറിയപ്പെടുന്നത്? താഴ്ന്ന വിധാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. നിംബസ് മേഘങ്ങൾ. കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണം? കാറ്റിന്റെ ദിശ വിൻഡ് വെയിൻ. ഭൗമോപരിതല ശരാശരി മർദ്ദം? ഭൗമോപരിതല ശരാശരി മർദ്ദം 1013.2 മില്ലിബാർ അല്ലെങ്കിൽ 1013.2 ഹെക്ടോ പാസ്കൽ. ഭൗമോപരിതല ശരാശരി മർദ്ദം എന്ന് പറയുന്നത് 1013.2 മില്ലിബാർ അല്ലെങ്കിൽ 1013.2 ഹെക്ടോ പാസ്കൽ ആണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം? ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ജില്ല? പുനലൂർ തൂക്കുപാലം കൊല്ലം. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം? അനുച്ഛേദം 14. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം? അനുച്ഛേദം 14 പുനെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത് ഏതു പേരിലാണ്? പുനെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത് സാവിത്രിബായ് ഫുലെ പുനെ യൂണിവേഴ്സിറ്റി എന്നാണ്. സാവിത്രിബായ് ഫുലെ പുനെ യൂണിവേഴ്സിറ്റി. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക നേതാവ്? ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലെ. കുറിച്യ കലാപം നടന്ന വർഷം? കുറിച്യ കലാപം 1812. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ? സാന്താൾ കലാപം സിദ്ധു കാനു എന്നിവരാണ്. സിദ്ധു കാനു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവയാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ. ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്? ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളാണുള്ളത്. 118. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ചികിത്സയ്ക്കും പഠനത്തിനും ഉപയോഗിക്കുന്നത് അയോഡിൻ 131 ആണ്. അയോഡിൻ 131. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? യുറേനിയം 235 ആണ്. യുറേനിയം 235 ആണ് ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം? കോട്ടണോപോളിസ് മുംബൈ. കറുത്തൈര് എന്നറിയപ്പെടുന്നത്? കറുത്തൈര് മാഗ്നറ്റൈറ്റ്. ബിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നീ ഇരുമ്പുരുക്ക് ശാലകൾ നിലവിൽ വന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കേംബുൾ ലാഞ്ചാവോ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? കേംബുൾ ലാഞ്ചാവോ ദേശീയോദ്യാനം മണിപ്പൂരിലാണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ്? ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കിനാലൂരാണ്. കോഴിക്കോട് ജില്ലയിലെ കിനാലൂരാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത്. ഉക്കായ് പദ്ധതി ഏത് നദിയിലാണ്? ഉക്കായ് പദ്ധതി താപ്തി നദിയിലാണ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈയാണ്. മുംബൈ. അവസാനത്തെ ചോദ്യം, മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി. മുതിർന്ന പൗരന്മാർക്കായിട്ട് സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. മുതിർന്ന പൗരന്മാർക്കായിട്ട് സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.